ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ സൗദിയിലെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. അതായത് 5 മണിക്ക് ഞാൻ എണീറ്റ് നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 5:30 വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജോലിക്കാരെടുക്കാൻ ഞാൻ പോകും. അതിനിടയ്ക്ക് ചിലപ്പം നാസ്ത കഴിക്കും, അല്ലെങ്കിൽ സൈറ്റ് പോയിട്ട് ആണ് കഴിക്കാറ്. ഈ സൈറ്റിൽ നമുക്ക് വരുന്ന വർക്കുകൾ ഇലക്ട്രിക്കൽ പമ്പിങ്, ജിപ്സം, പെയിൻറ്റ്, ടൈല്, ക്യാമറയുടെ വർക്കുണ്ട്. അതേപോലെ നെറ്റ് കണക്ടിവിറ്റി ചെയ്ത് എല്ലാ റൂമിലും നെറ്റ് എത്തിച്ച് കൊടുക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അതുപോലെ എനിക്കിന്ന് 8 ജോലിക്കാരുണ്ട്. ജിപ്സത്തിന് 2 പേര്, പെയിൻറ്റിന് 3 പേര്, ടൈലിന് 2 പേര്, പിന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് നോക്കാൻ നമ്മുടെ ഷഫീഖ് ഭായി നമ്മളെ കൂടെ എന്നും ഉണ്ടാകുന്ന ആളാണ്. എന്ത് വർക്കും ചെയ്യും, അങ്ങനെ എല്ലാ വർക്കും ചെയ്യും. മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള വർക്കുകളും മാത്രമേ ചെയ്യും. ഇത് കുമാർ, കന്യാകുമാരിക്കാരനാണ്. നമ്മുടെ ടൈലിൻ്റെ വർക്കെല്ലാം കുമാറാണ് ചെയ്യാറ്. അതുപോലെ ഒരു റൂമിൽ പുട്ടി വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. ജിപ്സം വർക്ക് ഇനി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ കട്ട് ചെയ്തിട്ട് ഇനി അത് ചെയ്യും. താഴെ കുറച്ച് ജിപ്സത്തിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഇതാണ് കാസിം ഭായി, നമ്മുടെ ജിപ്സത്തിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന കാസിം ഭായിയാണ്. പുറത്തിറങ്ങി ഭയങ്കര ചൂട്. അതുപോലെ തന്നെ ഇതാണ് ഹാവിയ. ഇവിടെ ഹാവിയ എന്ന് പറയുക. ഇത് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് 10 ദിവസത്തിന് ഒരു വണ്ടി ഇറക്കി തരുന്നതാണ്. 10 ദിവസം കഴിഞ്ഞ് അവരെടുത്തു. അതിനുശേഷം അത് അവരെടുത്ത് കൊണ്ടുപോകും. ഇത്രയും സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് വേസ്റ്റാണ്. ഏകദേശം നാട്ടിൽ 1 ലക്ഷത്തോളം രൂപേൻ്റെ മുകളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ഡിസൈൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരത് പുതിയത് ചെയ്യാൻ പറഞ്ഞ്. അത്രയും വേസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് 2 വണ്ടി വേണ്ടി വരും. ഒന്ന് ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞാൽ അവരെടുത്ത് പോകും. പിന്നെ ഈ ബാത്റൂമിൽ ചെറിയ മോഡിഫിക്കേഷൻ, വൾ ഹാങ്ങിങ് ക്ലോസറ്റ്, അതുപോലെ തന്നെ ടൈല് ഒരു ബ്ലൂ കളർ ഡിസൈനിൽ വരുന്ന ടൈലാണ്. നമ്മളെ പ്ലംബിങ് വർക്കെല്ലാം കഴിഞ്ഞ് ടൈൽ ഇട്ടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ബാത്റൂം ഇതുപോലെ തന്നെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ്. അതുപോലെ തന്നെ ടൈലിന് കുട്ടികളുടെ ഇത് മാറ്റി വെച്ചത്. വീട്ടിൽ താമസം തുടങ്ങിയിട്ടില്ല. കമ്പനികൾക്ക് വാങ്ങിച്ച് അവർ മോഡിഫൈ ചെയ്താണ്. അതുപോലെ തന്നെ സാൻഡ് പേപ്പർ ഇടുന്നതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര പൊടിയാണ്. അതുപോലെ ജോലിക്കാർ എല്ലാ വർക്കാരും ഒരുമിച്ച് ഉണ്ടാകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത് വേണ്ട, അവരെ സാധനങ്ങളെ കൊണ്ട് കഴിയണില്ല. കുമാരണ്ണൻ എന്തായിരിക്കണം, കാസിമായി വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. അതുകൊണ്ട് ഓരോ വർക്കുകൾക്ക് ഓരോ ടൈം കൊടുത്ത് അതാണ് തീർക്കൽ. ഇത് അസംബായിയാണ്. പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യുന്നത് അസനാണ്. അസന് 2 ഹെൽപ്പർമാരുണ്ട്. ജിപ്സം വർക്ക് ഓൾറെഡി കഴിഞ്ഞായിരുന്നു. പിന്നെ കട്ടിങ്ങിൽ ചെറിയൊരു വീതിക്കുറവ് ഫീൽ ചെയ്തപ്പോൾ അത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരും. ഷഫീഖ് ഭായി ജിപ്സത്തിൽ വയറൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു റൂമിൽ ടോട്ടൽ 6 ലൈറ്റാണ് വരുന്നത്. അതിന് 4 ഒരു സ്വിച്ച് കൺട്രോളും 2 ഒരു സ്വിച്ച്, അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് 1, ഒരു സെൻറ്ററിൽ ഒരു ഫാൻസി ലൈറ്റ്. അങ്ങനെയാണ് ഇവിടെ ചെയ്തത്. ടൈൽ വർക്കെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങിന് ഇട്ട് കൊടുത്താണ്. ഇപ്പോൾ ഇനി 1-2 മോഡിഫിക്കേഷൻ ഉണ്ട്. 1-2 ബാത്റൂമിൽ സഫായകളൊക്കെ ചേഞ്ച് ചെയ്യണം. വീതിയുള്ള ടൈപ്പ് ചെയ്യണം. അതുപോലെ ഉള്ളിൽ ടൈലിൻ്റെ പീസ് വരുന്ന ടൈപ്പും ചെയ്യുന്നു. പ്രശ്നം പറഞ്ഞ് ഇത് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്ത്. അതുപോലെ പിന്നെ ഒരു വർക്ക് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് പോയി തിരിച്ച് വന്നപ്പോൾ ഫുഡായിട്ടാണ് ഞാൻ വന്നത്. ചില ടൈമിൽ നമ്മൾ വർക്കിൻ്റെ ഇടയിലൊക്കെ മറ്റു കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ വർക്ക് പോയി നോക്കേണ്ടി വരും. അതുപോലെ സാധനങ്ങൾ മെറ്റീരിയൽ എന്തെങ്കിലുമൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് വരേണ്ടി വരും. ഫുഡായിട്ട് വന്ന് ജിപ്സത്തിൻ്റെ വർക്ക് അവർ കഴിഞ്ഞുകൊണ്ട് അവർ ഫുഡ് വേണ്ട അവർ പോയി എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്. ടൈലിൻ്റെ വർക്ക് ഏകദേശം വർക്ക് ഫിനിഷായി. ഫൈനൽ ടച്ചൊക്കെയാണ് നോക്കുന്നത്. കട്ടിങ്ങും കാര്യങ്ങളും, പിന്നെ അതുപോലെ അടിയിലൊരു സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. രാവിലെ നേരത്തെ ഇറങ്ങണോണ്ട് തന്നെ നമ്മൾ 3:30-9 വർക്ക് നിർത്തും. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. റൂമിലെത്തിയപ്പോൾ 4 മണിയായി. ഞങ്ങളിതിനൊരു 3 മണിക്കൂർ റെസ്റ്റ് എടുക്കും, കിടന്നുറങ്ങും. അതിനുശേഷം 7 മണിക്ക് നമുക്ക് 2 വർക്കുണ്ട്. അതൊന്ന് ഒരു ഡോർ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇൻ്റർകോം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻ്റർകോം പുതിയത് വെച്ച് ഡോർ ലോക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് എല്ലാം വർക്കിംഗ് ആണ്. അങ്ങനെ ആ വർക്ക് കഴിഞ്ഞ് ഈ വർക്കിന് നമ്മൾ
സാധാരണ ചാർജ് ചെയ്യണത് 200 റിയാലാണ് ഇന്റർകോം സെറ്റ് ചെയ്യണതിന് വാങ്ങുന്നത്. ഡോർ ലോക്ക് അടക്കം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 250 വാങ്ങും. ഡോറെല്ലാം ഓപ്പൺ ആക്കി ക്ലിയർ ചെയ്യുന്നത്. നമ്മൾ അടുത്ത വർക്ക് ഇതൊരു കിച്ചൺ മിക്സർ സെറ്റാണ്. കിച്ചൺ മിക്സർ ബേസിൻ സെറ്റ് ഫുള്ള് സെറ്റ് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് റിസ്ക് കേസാണ്, കാരണം ഇതൊക്കെ സ്വിച്ച് ടൈപ്പാണ് വരുന്നത്. ഒരുപാട് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് എന്താ പറയുക, ഡ്രെയിനായിട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും ഇതിൽ തന്നെ സാധിക്കും. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ഷെഫിക് ബൈൻ്റെ കൂടെ, ഷെഫിക് ബൈ അപ്പുറത്ത് ഇലക്ട്രിക്കൽസിൻ്റെ ചില്ലറ സ്വിച്ചും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ വേണ്ടി അതിൽ ഹെൽത്തിൻ്റെ ആവശ്യത്തിന് തന്നെ വിളിക്കും. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇത് കുറച്ച് പാടായിരുന്നു. ഒരു ഏകദേശം 2.5 മണിക്കൂർ എടുത്തു ഫുള്ള് സെറ്റ് ചെയ്തത്. അങ്ങനെ സെറ്റ് ചെയ്ത് അടിപൊളി സാധനമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ സ്വിച്ച് ടൈപ്പാണ്. കംപ്ലൈൻറ്റുകൾ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ട കറണ്ട്, ഇത് വെള്ളത്തിൻ്റെ ഫ്ലോയിൽ ഡൈനാമോ പോലത്തെ ചെറിയൊരു സംഭവം ഉണ്ട്. അത് ഇറങ്ങിയിട്ടാണ് ഇതിന് കറണ്ട്. ഒരുപാട് രീതിയിൽ വെള്ളം ഇതിൽ നിന്ന് ഫ്ലോ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഗ്ലാസ് കഴുകാനൊരു ടൈപ്പ് എല്ലാം നല്ല സ്റ്റൈലാണ് സാധനമായിരുന്നു. പക്ഷേ കംപ്ലൈൻറ്റിൻ്റെ കാര്യമാണ് എനിക്ക് പേടി വന്നത്. ഈ വർക്ക് ചെയ്യാൻ നമ്മൾ വാങ്ങുന്ന ചാർജ് 250 റിയാലാണ്. വർക്കെല്ലാം കഴിഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുത്ത് കസ്റ്റമർ ഹാപ്പി. അങ്ങനെ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ 11:04 വെള്ളിയാഴ്ച വർക്കില്ല.